80s വന്നപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുമായിട്ടൊക്കെ വർക്ക് ചെയ്തപ്പോൾ നല്ലൊരു ഡിഫറൻസ് യു ക്യാൻ ഫീൽ അല്ലേ? They are so എന്താ പറയുന്നത് very clever. They are very clever and they are occupied with so many things. ലൈക്ക് നമുക്ക് അപ്പോൾ വന്നാൽ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ആക്ടിങ് മാത്രമാണ് നമ്മുടെ ശ്രദ്ധ. ഇവർക്ക് അങ്ങനെയല്ല. ദേ വിൽ ഗോ ഫോർ ആക്ടിങ്, ദേ വിൽ ഗോ ഫോർ അതർ കരിക്കുലർ ആക്ടിവിറ്റീസ്, പിന്നെ ഡിസൈനിങ്, അതാണ് ഇതാണ് എല്ലാം ഉണ്ട്. വെരി വെരി ക്ലെവർ. എനിക്ക് പിന്നെ ഈ യങ് ജനറേഷനോട് വർക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. സോ ഇൻതു ആയിട്ട് അവരുടെ പിന്നെ അത് ആ യങ്സ്റ്റേഴ്സ് നമ്മളും പിന്നെ കുറച്ച് യങ്ങായിട്ട് യെസ് ദേ ഹാവ് ഓൾ ന്യൂ തിങ്കിങ്സ്. ഇന്നോവേറ്റീവ് ആയിട്ട് ദേ വിൽ ബി തിങ്കിങ് സംതിങ് ഓർ ദ അതർ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചേച്ചിയോട് വർത്താനം പറഞ്ഞപ്പോ നമുക്ക് തന്നെ മനസ്സിലായി ചേച്ചി എന്താ എനർജറ്റിക്കും പ്ലസന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചേച്ചിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ടോം ബോയ്ഷ് ക്യാരക്ടറിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. പക്ഷെ ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സ് മുഴുവനും ഉണ്ടല്ലോ ഇങ്ങനെ ഗ്ലൂമി ആണ്. സോബർ ക്യാരക്ടർ എപ്പോ നോക്കിയാലും സങ്കട കുപ്പിയാ ഗ്ലിസറിനും കൊണ്ടുവരും. ചേച്ചി ആ ക്യാരക്ടർ ചേച്ചി ചെയ്തുണ്ടല്ലോ ഭയങ്കര സക്സസ് ആയിരുന്നു. അങ്ങനെ ചേച്ചി ചെയ്തേ ഡിഫറെന്റ്. അതെ, ഞാൻ എപ്പോഴും ഇങ്ങനെ ബബ്ലി ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിക്ക്, അത് വേണ്ട, നോ ഡയലോഗ്സ്. ഇങ്ങനെ നോക്ക്, ഇവിടെ താഴെ ഇങ്ങനെ കുനിഞ്ഞ് നോക്ക്, ഇങ്ങനെ നിമിർന്ന് നോക്ക്, ആ സൈഡിലെ നോക്ക്, ആ പോ, ഫിനിഷ്ഡ്. പടത്തിൽ കാണുമ്പോൾ ഞാൻ എന്താ ചെയ്തത്, അപ്പോൾ കാണുമ്പോൾ ആ ഇങ്ങനെയാണ്, അങ്ങനെയാണ് ചെയ്തത്. മുന്തിരി നമുക്ക് അങ്ങനെ അത് അങ്ങനെ ചെയ്തതാണ് ആനി. ഐ എം ടെല്ലിങ് യു. അപ്പോൾ ഫസ്റ്റ് ഡേ ഡയറക്ടർ സാർ എന്നോട് പറഞ്ഞത് ഷാരിക്ക് ഈ പടത്തിൽ ഒരു അവാർഡ് ഉണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചുമ്മാ എനിക്ക് എൻകറേജ്മെൻറ്റ് തരാൻ വേണ്ടി, പുതിയ കുട്ടിയല്ലേ പാവം എന്നൊക്കെ പറഞ്ഞതാണെന്ന്. പക്ഷെ ആ പടം റിലീസായപ്പോ എനിക്ക് ശരിക്കും ചേച്ചി അതിനകത്ത് എന്ത് ഞങ്ങളൊക്കെ ആ പടം കാണുമ്പോ ചേച്ചി എന്ത് ഡീപ്പായിട്ട് അതിനകത്ത് അഭിനയിച്ചേക്കുന്ന ഒന്നുമില്ല. ഇപ്പോഴല്ലേ നമുക്ക് കുട്ടി താഴോട്ട് നോക്ക്, സൈഡിൽ നോക്ക്, ആ ഇങ്ങനെ ഫീൽ ചെയ്യ്, ആ പതുക്കെ റൈറ്റിലെ തിരിഞ്ഞിട്ട് പോ, അങ്ങനെ പോ, അങ്ങനെയാണ് ചേച്ചി. ഈ ഐസ് ഇല്ലേ, വെള്ളാരം കണ്ണെന്നൊക്കെ നമ്മൾ പൂച്ചക്കണ്ണെന്നൊക്കെ പറയുന്നല്ലേ, ഡിഡ് ബെനിഫിറ്റഡ് യു എ ലോട്ട്? സോ മച്ച്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഗിൽട്ടായിരുന്നു വെൻ ഐ വാസ് ഇൻ സ്കൂൾ ഉണ്ടോ. സോ എല്ലാവരും എന്നെ പൂണക്കണ്ണി എന്നൊക്കെ, പൂച്ചക്കണ്ണി അങ്ങനെയൊക്കെ വിളിക്കും. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കരച്ചലോട് അമ്മ എനിക്കിത് വേണ്ട, എനിക്ക് കറുപ്പ് കണ്ണ് എതുക്കില്ല, എനിക്കത് വേണ്ട, എനിക്ക് ഇത് കണ്ണ് വേണ്ട എന്നൊക്കെ. അപ്പോൾ എൻ്റെ അമ്മൂമ്മ പറയും, നീ നോക്കിക്കോ, ഫ്യൂച്ചറിൽ നോക്കിക്കോ, ഇത് നിനക്ക് പ്ലസ് ആവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഇത് പ്ലസ് ആയി. ഞാൻ ഫസ്റ്റ് പടത്തിൽ ഈ ലെൻസൊക്കെ വെച്ച് അഭിനയിച്ചു. ബ്ലാക്ക് ലെൻസ് ഇട്ടു. മേ ബി ഇവർക്കൊക്കെ ശരിയാവില്ല, പിന്നെ ഇഷ്ടപ്പെടില്ല, പിന്നെ ഫസ്റ്റ് പടമല്ലേ, ഐ ഷുഡ് ലുക്ക് ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ലെൻസൊക്കെ വെച്ചിട്ട്, ബ്ലാക്ക് ലെൻസൊക്കെ വെച്ചിട്ട് ഞാൻ 2-3 ദിവസം അഭിനയിച്ചു. പിന്നെ ഡയറക്ടർ സാർ എന്നെ ഇങ്ങനെ വന്നിട്ട് നോക്കും, പിന്നെ എന്തോ വ്യത്യാസം ഉണ്ടല്ലോ ഇങ്ങനെ. പിന്നെ വേണു സാറോട് പോയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ഞാൻ പിന്നെ എനിക്കൊന്നും അറിയില്ലല്ലോ, ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് എന്നെ നോക്കും. പിന്നെ അപ്പൊ ഞാൻ എന്റെ അഭിനയത്തിനെ കുറിച്ച് എന്നെ മോശമാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞയക്കും, ഇപ്പൊ ചെന്നൈ വണ്ടി കയറ്റും എന്നൊക്കെ ഞാൻ ഇങ്ങനെ. പിന്നെ വേണു വന്നിട്ട് പിന്നെ ട്രോളി ഷോട്ട് ഉണ്ടായിരുന്നു. ഞാനും കാർത്തിക എൻ്റെ മടിയിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടന്നിട്ടിരിക്കും. ഞാൻ ഇത്ര ഡയലോഗൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സേഫായ ദൂരത്തിൽ പോവാം എന്നൊക്കെ, എന്തൊക്കെയോ ഒളിച്ചോടാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് പറയണം. അപ്പോൾ ഇങ്ങനെ ട്രോളി വന്നിട്ട് ഇങ്ങനെ നിന്നപ്പോൾ വേണു ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി, ഷാരി പിന്നെ കണ്ണ് ഐ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ? അതിന് ഇല്ലയേ, ലെൻസ് ഏതാ പോട്ടിരിക്കുക? ആമാ, ബ്ലാക്ക് ലെൻസ് പോട്ടിരിക്കുക. അപ്പോൾ പിന്നെ ഓടി വന്നു പത്മനാഭൻ സാർ, അറിവിരുക്കാ വഴക്ക് പറഞ്ഞു. ഫസ്റ്റ് ടൈം വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാവരും പിന്നെ ഉണ്ട്, എല്ലാ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഷൂട്ടിങ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കണ്ണു വീഴ്ച ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കാർത്തിക ഇവിടെ, പ്ലീസ് പാ കരയാതെ എന്നൊക്കെ പറയുന്നത്. ഓ ഷീ സോ സ്വീറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷീ ഈസ് മൈ വെരി ഡിയർ ഫ്രണ്ട് കാർത്തിക. ഒത്തിരി പിന്നെ ഡയലോഗ്സ് ഒക്കെ ഇരുന്ന് എനിക്ക് പഠിപ്പിച്ചു തരും. ഇങ്ങനെ ഇരുന്നിട്ട് അതില്ല ഷാരി, ഇത് ഇങ്ങനെയാണ് എന്നിങ്ങനെ പഠിപ്പിച്ചു തരും. വെരി ഫ്രണ്ട്ലി ഷീ വാസ്. പിന്നെ അവള് പറഞ്ഞു കരയണ്ട പോ, ഡയറക്ടർ തന്നെ വിട് എന്നൊക്കെ. പിന്നെ ഞാൻ പോയി എൻ്റെ അമ്മയോട്, അമ്മ ഡയറക്ടർ ரொம்ப திட்டுறாரு, நம்ம போகலாம் வீட்டுக்கு, വേണ്ട, മൂഡ് കംപ്ലീറ്റ് പോയി. ഫുള്ള് പോയി. പിന്നെ
ലെൻസ് എടുക്ക് എന്ന് പറഞ്ഞപ്പോൾ ലെൻസ് എടുക്കും എല്ലാം എടുത്ത് കണ്ണൊക്കെ തുടച്ച് പിന്നെ അപ്പോൾ വേണു ചോദിച്ചു നല്ല കണ്ണല്ലേ യൂസിങ് ദ ബ്ലാക്ക് ലെൻസ്. ഈ കണ്ണിന് വേണ്ടിയാണ് ചെന്നൈ വന്നിട്ട് ഞങ്ങൾ നിന്ന് ഷാരി എടുത്തത്, ഇല്ലെങ്കിൽ ഷാരി മാതിരി കുട്ടികളൊക്കെ ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഈ കണ്ണിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നാണം. അങ്ങനെയാണ് പിന്നെ ഈ കണ്ണിന് വില എനിക്ക് മനസ്സിലായത്. പിന്നെ ചേച്ചി ആ ബ്ലണ്ടർ പിന്നെ ചെയ്തിട്ടേ ഇല്ല. ഇനി ആരെങ്കിലും ബ്ലാക്ക് ലെൻസ് പറഞ്ഞാൽ ഓടിക്കും ഞാൻ. അടുത്ത് വരണ്ട. ഈ കണ്ണിന് വില അറിയോ? പത്മനാഭ സാർ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വില. പിന്നെ അദ്ദേഹം ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നത്തിങ് മോർ, അതിനകത്ത് വേറെ ഒരു വാക്ക് പോലും ഇല്ല. ലാൽസൺ എങ്ങനോ ഒരു ഇതായില്ല ഈ കണ്ണ് വെച്ചിട്ട്. അത് പിന്നെ മുന്തിരി തോപ്പുകളില് ലാസ്റ്റ് ഡേ ഷൂട്ട്, പിന്നെ വി ഷിഫ്റ്റഡ് ടു മൈസൂരിലാണ് ഫുള്ള് 90% ഷൂട്ട് അവിടെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സോങ് ഷൂട്ട് ചെയ്യാൻ മാത്രം ഞങ്ങൾ ബാംഗ്ലൂർ വന്നു. അപ്പോൾ വന്ന് കിടന്നിട്ട് അടുത്ത ദിവസം സോങ് ഷൂട്ടാണ്, 2 സോങ് എടുക്കണമെന്ന്. രാവിലെ എണീറ്റപ്പോൾ 2 കണ്ണിലും പിന്നെ മെഡ്രാസ് ഐയാണ്, ഇങ്ങനെ ഉണ്ടായിരുന്നു കണ്ണ്. അപ്പോൾ ഞാൻ സാറോട് പറഞ്ഞു, ഡയറക്ടർ സാർ 2 കണ്ണിലും കണ്ണേ തുറക്ക മുടിയാതെ എപ്പിടി എടുപ്പീங்க. അയ്യോ ഇല്ല, ഡേറ്റ് കിടയാത്, ലാൽ സാറോட ഡേറ്റ് കിടയാത്, വി ഹാവ് ടു ഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് ആ 2 എടുത്ത് പാട്ടൊക്കെ എടുത്ത് പിന്നെ അടുത്ത ലൊക്കേഷൻ പോയപ്പോൾ ലാലേട്ടനെ കിട്ടി. ചേച്ചി ചെങ്കണ്ണ് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരില്ല, പ്ലീസ് 2-3 ദിവസം പിന്നെ ഓഫ് ആക്കിയിട്ട് പിന്നെ നമുക്ക് തുടങ്ങാന്ന്. സമ്മതിച്ചില്ല. ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെയൊക്കെ കാർത്തിക ചേച്ചിയായിട്ട് നല്ലൊരു ഫ്രണ്ടാണ്. യെസ്, ഐ കോൾ ഹെർ, ഷീ മെസ്സേജ് ഒക്കെ ചെയ്യും. സുനന്ദാണല്ലേ? അതെ ചേച്ചി. ഇപ്പം കാർത്തിക ചേച്ചി ശരിക്കും ഇപ്പം എന്റെ ഭയങ്കര ഒരു ചേച്ചിയായിട്ട് നിൽക്കാണ്. ഇപ്പൊ ഈ ഷോ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കും, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, ഡു ദാറ്റ് അതാന്നൊക്കെ പറഞ്ഞു. വെരി നൈസ്, വെരി നൈസ്, വെരി ഗുഡ് ഹാർട്ടഡ്. കറക്റ്റ്, എ പേഴ്സൺ ഓഫ് എ ഗുഡ് ഹാർട്ട്. ശരിയാ. ഇപ്പൊ കേൾക്കുമ്പോഴത്തേക്ക് ഓന്ന് വെക്കുവേ. ശരിയാട്ടോ പറയുന്നത്. ചേച്ചി ഇപ്പോഴും വലിയ പൊട്ടൊക്കെ തുടർന്ന് പിന്നെ പഠിച്ചത് പിന്നെ വലിയ പൊട്ട ചേച്ചിയുടെ അത് കണ്ടിട്ടാണ് ഞാൻ ചില പടങ്ങളൊക്കെ വലിയ പൊട്ട് തൊടാൻ പിന്നെ പഠിച്ചത്. റൗണ്ട് പൊട്ട് നല്ല ഇത്ര വലുതൊക്കെ. പിന്നെ അപ്പൊ ഞാൻ അതേമാതിരി ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടുമ്പോ ഞാൻ വെക്കും വലുതായിട്ട്. അതല്ലാതെ വേറെ ഏതൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് ചേച്ചി? ഉരുഷിയാണ്, പിന്നെ രേവതിയുണ്ട്, പിന്നെ രേഖ, എല്ലാവരും. എന്തായാലും ചേച്ചി ഇത്രയും ഗ്യാപ്പിന് ശേഷം വന്നപ്പോഴും ചേച്ചി സ്റ്റിൽ മെയിൻറ്റെയിനിങ് ആസ് യൂഷ്വൽ. അവിടെ അന്ന് കണ്ട് ഷാരി ചേച്ചിയെ പോലെ തന്നെ ഇവിടെ. പക്ഷെ ഞാനൊക്കെ ഒരു ഗ്യാപ്പ് കണ്ടു വന്നപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ചേച്ചി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് പറഞ്ഞുതരോ? അത് ഷോ ആഫ്റ്റർ ദ ഷോ. സീക്രട്ട് എന്ന് പറഞ്ഞാൽ സീക്രട്ട് അല്ലേ ചേച്ചി? പ്ലീസ്. ഗ്രീൻ ടീ ചേച്ചി വേറെ ഒന്നും സീക്രട്ട് ഇല്ല. വാക്കിംഗ് മസ്റ്റാണ്, പിന്നെ ഗ്രീൻ ടീ, ഇത്രേ ഉള്ളൂ എൻ്റേത്. പിന്നെ വീട്ടിലെ ജോലിക്കാർ വരുന്നില്ലെങ്കിൽ എല്ലാ ജോലി എടുക്കും. പിന്നെ കുക്കിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ എല്ലാവരും. പിന്നെ അവളുടെ കുറേ ഫ്രണ്ട്സൊക്കെ വരും, വീക്കെൻഡ്സ് ഒക്കെ എൻ്റെ വീട്ടിലാണ്, അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി തരും. എല്ലാവരും എൻ്റെ ഫാൻസാണ്. ആ ജനറേഷന്, ആ യൂത്ത് പിന്നെ എങ്ങനെ കിട്ടുന്നു നമുക്ക്? അപ്പൊ ട്രെൻഡി ആയിട്ട് എന്തൊക്കെയാണ് വിഷയങ്ങൾ, പുതിയ പുതിയ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യോ? അവള് പറഞ്ഞു തരും. പിന്നെ അവനിലൊക്കെ ഉണ്ടാക്കുന്നത് അവളാണ്. അത് ശരി, അത് പോവില്ല. ഞാൻ നാടൻ ഞാൻ ബിരിയാണി നല്ലോണം ചെയ്യും. വെരി ഗുഡ്. തലപ്പാക്കട്ടി ബിരിയാണി. തലപ്പാക്കട്ടി ബിരിയാണി. ഓക്കെ, ഇതിന് മുന്നേ ഞങ്ങൾ കേട്ടു അത് തലപ്പാക്കട്ടി ബിരിയാണി. അത് എന്നാ വ്യത്യാസം? അത് സ്പൈസിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടുത്തെ ബിരിയാണി കുറച്ചുകൂടെ പിന്നെ മൈൽഡ് ആയിട്ടുണ്ടാവും. ലൈക്ക് ഇറ്റ് ഇസ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് പുലാവ്. അവിടെ അങ്ങനെയല്ല, കുറച്ച് സ്പൈസി ആയിട്ട് മസാല ഒക്കെ ഇട്ട് നല്ലതാണ്. എനിക്ക് കുറച്ച് സ്പൈസ് ഒക്കെ ഇഷ്ടമാണ്. ചേച്ചിക്ക് ഇഷ്ടാ? അപ്പൊ സെഷ്വാൻ നമ്മൾ ഉണ്ടാക്കിയത് നല്ല കാര്യം. ചേച്ചിക്ക് ഇച്ചിരി എരിവ് ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ പോയാൽ വെജ് ആയാലും ഇതാണ് ഓർഡർ ചെയ്യുന്നത്. ചേച്ചി ബേസിക്കലി വെജ് ആണോ? ഐ പ്രിഫർ വെജിറ്റേറിയൻ. ഇവിടെ വന്നിട്ട് എന്നാത്തിനാ ചേച്ചി വെജ് പറഞ്ഞേ? ആണോ? അതുമല്ലാതെ ഇന്ന് ശനിയാഴ്ച അല്ലേ, ഇനി കുറേ ഇതൊക്കെ ഉണ്ട്. ഈ മൺഡേ ആയാലും ഒരു ദൈവം, ട്യൂസ്ഡേ, വെനസ്ഡേ ആൻഡ് സൺഡേസ് ഐ ഹാപ്പി ഐ വിൽ ഹാവ് നോൺ വെജ്. ഇപ്പൊ ശരിക്കും ചേച്ചി വർത്താനം പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും ഒരു മലയാളി പെൺകുട്ടി, തനി വീട്ടമ്മ, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, പ്രദോഷ വ്രതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധാരണ കേരളീയസിന്റെ ഇടയിൽ അത് അങ്ങനെ വരുന്നേ. പക്ഷെ
ഷുഡ് അപ്രിഷിയേറ്റ് അല്ലേ ചേച്ചി? താങ്ക് യു ചേച്ചി ഷാരി എന്നുള്ള പേര് നേരത്തെ ഉള്ളതാണ്? അല്ല, ഒഫീഷ്യൽ നെയിമാ? അതും പിന്നെ പദ്മരാജൻ സാർ വെച്ച പേരാണ്. ആണോ ചേച്ചി? അതെ, എന്ത് ചേച്ചിയുടെ എന്റെ പേര് സാധന. സാധന. പിന്നെ പറഞ്ഞു പദ്മരാജൻ സാറ് ശാരദാമ്മയെ ഒത്തിരി ഇഷ്ടമാണ് പദ്മരാജൻ സാറ്. പിന്നെ അതുപോലെ നല്ല ആക്ട്രസ്സായി വരണമെന്ന് വെച്ചിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ഷാരി എന്ന് പേര് വെച്ചതെന്ന് അവർ പറഞ്ഞു. സാർ പറഞ്ഞത് മോശമൊന്നല്ല കേട്ടോ. അത് നല്ലൊരു രാശിയുള്ള പേരും ഞങ്ങൾ മലയാളികൾ മുഴുവനും മനസ്സിലാക്കിയത് അത് ശരിയാണ്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ എല്ലാം ഒഫീഷ്യലായിട്ട് ബിക്കം ഷാരി. ചേച്ചി ഡാൻസ് ചേച്ചി ഒരുപാട് നല്ല ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി അതിനോട് ഒത്തിരി ഡെഡിക്കേഷൻസും അങ്ങനത്തെ ഒക്കെ ഫിലിമിൽ യൂട്ടിലൈസ് ആയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പിന്നെ അതുമാതിരി ക്യാരക്ടേഴ്സ് ഒന്നും കിട്ടിയില്ല. ശരിക്കും ചേച്ചി 80s മലയാളത്തിൽ വരുമ്പോഴത്തേക്ക് became a so busy artist അല്ലേ മലയാളം? പിന്നെ തമിഴിലേക്ക് കുറെ നാൾ കഴിഞ്ഞാന്നോ? തമിഴും ചെയ്തു, തമിഴ്, കന്നഡ, തെലുഗു ഒക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഇത്രയ്ക്കും പിന്നെ ഒരു നല്ല അപ്രിസിയേഷനും നല്ല ക്യാരക്ടേഴ്സും നല്ല ഡയറക്ടേഴ്സും കിട്ടിയത് മലയാള ഫീൽഡിൽ നിന്നാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഇത്ര അടുപ്പം മലയാള ഇൻഡസ്ട്രീനോട്. അതുകൊണ്ടാണ് ഈ സ്നേഹം വേറെ എവിടെയും കിട്ടിയില്ല എനിക്ക്. വേണ്ട, നമുക്ക് മലയാളികൾക്ക് എന്നാ അഭിമാനമാണെന്ന് റിയലി. ചേട്ടന് പിന്നെ ബിസിനസ് ആണ് അവിടുത്തെ. അപ്പനും മോളും നല്ല റാപ്പ് ഔട്ടാ? നല്ല റാപ്പ് ഔട്ടാണ്. അപ്പനും മോളും ഒരു സെറ്റായിട്ട് അമ്മനെ ഇങ്ങനെ കുറ്റം പറയോ? അത് ഉണ്ടല്ലോ, പിന്നെ എന്ത് ചെയ്യാം, അമ്മയായതുകൊണ്ട് ഞാൻ എല്ലാം സഹിച്ചു എന്താ എപ്പടി പോന്നാലും എനിക്ക് പിന്നാണ്ട് ഇനി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് 25 മിനിറ്റ് കഴിയുമ്പോ. ചേട്ടനൊക്കെ എന്നാ ഭക്ഷണം ഇഷ്ടം? നാടൻ ഭക്ഷണമാണോ ഇഷ്ടം? യെസ്, വി ബോത്ത് ലൈക്ക് നാടൻ. ചേച്ചി ഭയങ്കര ഫാമിലി പേഴ്സൺ ആട്ടോ. ശരിക്കും ഷുഡ് അപ്രിഷിയേറ്റ്. ഐ ലൈക്ക് മൈ ഫാമിലി സോ മച്ച്. സത്യം. അതെന്നറിയാവോ ചേച്ചി, ഞാനിപ്പോ വിചാരിച്ചു ചേച്ചി ഇപ്പൊ റീ എൻട്രി ചെയ്തു, ചേച്ചി ഇങ്ങനെ എന്താ പറയാ ക്യാരക്ടേഴ്സ് പഴയ ഷാരി ചേച്ചി, നമ്മളൊരു ആക്ട്രസ് ആകുമ്പോൾ ഉണ്ടാവുന്നുള്ളൊരു ഡിഫറൻസും ഒരു ഫാമിലി ആയി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ്, ദർ ഇസ് എ ലോട്ട് ഓഫ് ചേഞ്ച് അല്ലേ ചേച്ചി? പക്ഷെ ചേച്ചി ഇപ്പം ഐ ഷുഡ് അപ്രിഷിയേറ്റ്. ചേച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒന്നുകൂടെ ഇഷ്ടപ്പെടുക.